ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കളർ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയറാണ്. ഞാൻ 4mm ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആ ബീഡ്സൊക്കെ ഒന്ന് കോർത്ത് കൊടുക്കാൻ പോവാണ്. ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെങ്കിൽ ഇതേപോലെ ബീഡ്സ് കോർത്തതിന് ശേഷം ചെയ്യണതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഗിയർ വയർ എടുത്തതിൻ്റെ അളവ് കുറഞ്ഞു പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നിങ്ങൾക്ക് കറക്റ്റ് അളവിൽ തന്നെ ചെയ്തതിന് ശേഷം ഗിയർ വയർ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ബീഡ്സ് കോർത്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ 4 ബ്ലാക്കാണ് കോർക്കണത്, പിന്നെ 4 റെഡ്. ഇതേപോലെ തന്നെ നമ്മൾ ആ ബീഡ്സ് ഫുൾ കോർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫുൾ ബീഡ്സും നമ്മുടെ ഗിയർ വയറിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ബാൻഡിൽ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ ഒരറ്റത്ത് ഗിയർ വയറിൻ്റെ ഒരറ്റം നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അഴിഞ്ഞൊന്നും പോരരുത്, നമ്മൾ നല്ല ടൈറ്റിൽ ചുറ്റി കൊടുക്കണം. അപ്പോൾ ചുറ്റണത് ടൈറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് പശ യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ടൈറ്റായിട്ട് ഇരുന്നോളും. ഞാനിവിടെ പശയൊന്നും യൂസ് ചെയ്യണില്ല, ഞാൻ വെറുതെ ചുറ്റി കൊടുക്കണുള്ളൂ. ചുറ്റിയാൽ തന്നെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി ബീഡ്സ് ചുറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ബ്ലാക്ക് കളർ ബീഡ്സാണ് ചുറ്റിയെടുക്കണത്. 2 ബ്ലാക്ക് കളർ ബീഡ്സ് എടുത്തിട്ട് ചെരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ പറയണേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് ഗിയർ വയർ ഹെയർ ബാൻഡിൻ്റെ അടിയിലൂടെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത 2 ബ്ലാക്ക് കളർ ബീഡ്സ് എടുത്തിട്ട് ഈ 2 ബ്ലാക്ക് കളർ ബീഡ്സിൻ്റെ മുകളിലൂടെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ബീഡ്സ് എങ്ങനെയാണോ വെക്കണേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്ത 2 ബീഡ്സ് വെക്കുന്നത്. അപ്പോൾ ഞാൻ പറയണേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക, എന്നിട്ട് അതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതേ പെർഫെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ 4 ബീഡ്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കുക. ആദ്യത്തെ 4 ബീഡ്സ് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത 2 ബീഡ്സ് എടുക്കുക. അപ്പോൾ ഞാൻ അടുത്തായിട്ട് എടുക്കുന്നത് റെഡ് കളറാണ്. അടുത്ത 2 റെഡ് കളർ ബീഡ്സ് ആദ്യം ചെയ്ത പോലെ തന്നെ ചെരിച്ച് വെച്ച് കൊടുക്കുക. പിന്നത്തെ 2 റെഡ് കളർ ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് നമ്മളിനി ചെയ്തെടുക്കാനായിട്ട് പോണത്. ഗിയർ വയർ ചുറ്റിയെടുക്കുമ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ചുറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്തെടുക്കണത് ലൂസായിട്ട് പോവും. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുക. അപ്പോൾ ഗിയർ വയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വട്ടം ചുറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ ചുറ്റൽ തന്നെ ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി വീണ്ടും 2 കളർ ബ്ലാക്ക് ബീഡ്സ് എടുത്തിട്ട് ചെരിച്ച് വെച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടുത്ത 2 കളർ ബ്ലാക്ക് ബീഡ്സ് എടുത്തിട്ട് അതിന് മുകളിലൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു പാറ്റേണിൽ നമ്മൾ ഹെയർ ബാൻഡ് ഫുള്ള് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിവിടെ 2 കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഹെയർ ബാൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ കളർ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് കൂടുതൽ ഭംഗി. ഞാൻ വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരൊറ്റ കളർ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ബാൻഡാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരൊറ്റ കളർ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് ബീഡ്സ് തികയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 കളർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരൊറ്റ കളർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയിൽ കിട്ടും. അപ്പോൾ എനിക്കിത് 2 കളറിൽ ചെയ്തെടുത്തപ്പോൾ ഈ ഹെയർ ബാൻഡ് അത്ര ഭംഗി തോന്നിയില്ല. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളത് റെഡ് കളറും ബ്ലൂ കളറും മിക്സ് ചെയ്തിട്ടാണ്. അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. റെഡും ബ്ലൂവും നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു. ഇതിപ്പോൾ ബ്ലാക്ക് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഭംഗി കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതേപോലെയുള്ള ഡിസൈൻസൊക്കെ വെബ്സൈറ്റിലൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ പുതിയ പുതിയ ഡിസൈൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റൊക്കെ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് നമ്മൾ പുതിയ പുതിയ ഡിസൈൻസൊക്കെ ചെയ്തെടുക്കുക. പിന്നെ വെബ്സൈറ്റിലൊക്കെ കാണുന്ന ഡിസൈൻ അതേപോലെ തന്നെ ചെയ്തെടുക്കാണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മുടേതായ ഡിസൈനായിട്ട് പ്രൊഡക്റ്റൊക്കെ ഇറക്കുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് സെയിൽ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വെബ്സൈറ്റിൽ നോക്കിയിട്ട് നമ്മൾ അതേപോലെ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഷോപ്പിൽ കിട്ടുന്ന ഐറ്റം ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സെയിൽ കുറയും. ഷോപ്പിൽ കിട്ടാത്ത ഐറ്റംസ് കാണുമ്പോഴാണ് എല്ലാവരും വെറൈറ്റി ഐറ്റംസ് കാണുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് സെയിൽ കൂടും. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുക. നമുക്ക് സെയിൽ കൂടാനായിട്ടുള്ള ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സെയിൽ കൂടും.
അപ്പം ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം കണ്ട പോലെ തന്നെയാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ സ്പീഡാക്കിയത്. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് വല്ലാതെ കൂടും. ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് പലരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ പോർഷൻ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.